ഇത് കുറച്ച് പച്ചപ്പും ഹരിതാഭയും ശുദ്ധവായുവൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടോ. ഈ വീട് കണ്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഒരു വീട് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നേ. കാരണം അത്രയും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഈ വീടിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തേക്കണം. ഇപ്പം തന്നെ കിളിക്കൂട് ഇത് കണ്ട, ഒരു 6-ൻ്റെ അടിഭാഗമാണത്. അതായത് ഒരു പുഴയുടെയൊക്കെ അടിഭാഗം എന്നല്ലേ, അത് വീടിൻ്റെ അകത്ത് സെറ്റ് ചെയ്തേക്കാണ്. ഇത് ഇന്ത്യയിൽ തന്നെ 1-2 വീടുകളിലേ ഉള്ളൂ. അത് ഞാൻ വ്യക്തമായിട്ട് പിന്നീട് കാണിച്ചു തരട്ടെ. ജസ്റ്റ് അതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. കണ്ട അക്വേറിയത്തിലെ മീനുകളൊക്കെ കണ്ട. ഇതാണ് ഈ വീടിൻ്റെ ലുക്ക് കണ്ട. അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം ഇത്രയും നല്ല വീടിനൊക്കെ ലൈക്ക് അടിച്ചില്ലെങ്കിൽ നമ്മൾ ഏത് വീടിനാണ് ലൈക്ക് അടിക്കണം. ഇത് നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. കാരണം ഇന്ത്യയിൽ തന്നെ ഒരു 1-2 വീട്ടിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതകത്തോട്ട് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് വ്യക്തമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കാരണം ഈ വീടിൻ്റെ അകത്ത് അത്രയും ഓക്സിജൻ കിട്ടും. കാരണം ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കുള്ളൂ. ഇവരിവിടുന്ന് താമസം മാറി പോണേന്. അത് കാരണം മാത്രമാണ് വീട് വിൽപ്പന. കണ്ട എന്ത് ഭംഗിയാണ് നോക്കി ഫ്രണ്ടൊക്കെ കാണാൻ. എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. കണ്ടോ, എവിടെ നോക്കിയാലും പച്ചപ്പാണ്. അത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇതാണ് ഞാൻ പറയണ്ട, ആറ്റിലെ മീനുകളാണ് ഓടി നടക്കണം. കണ്ട ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം വീടിൻ്റെ അകത്താണ്ടി സെറ്റ് ചെയ്തേക്കണം. കണ്ട ഒരു കാട് പോലെയാണ്, ഒരു വള്ളിപ്പടർപ്പും കാര്യം. ഇതെല്ലാം ഒറിജിനലാണ് കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ആർട്ടിഫിഷ്യലൊന്നും വേണ്ട. അടിയിൽ മണലാണ്, ചരലാണ് ഇട്ടേക്കണം. അവിടെ നിന്ന് പാറക്കെട്ടും കാട്ടുവള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതെല്ലാം കവേഡാണ് കേട്ടോ. ഇതിനകത്ത് തന്നെ പുറത്തുനിന്ന് ഒന്നിനും കയറാൻ പറ്റില്ല. കാരണം മുകളിൽ വെളിച്ചം കിട്ടാനുള്ള ഗ്ലാസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇത് കിളിക്കൂട് കണ്ട, കിളിക്കൂടിൻ്റെയൊക്കെ വലിപ്പം കണ്ട. ഇതിഷ്ടം പോലെ കിളികളുണ്ട്, പല വെറൈറ്റി തത്തകളാണ് കണ്ട. ഇതാണ് കോട്ടിയാട് തന്നെ. ഇതൊക്കെ ഉണ്ട് മൊത്തത്തിൽ ഈ വീട് വേറൊരു വൈബാണ്. അതും പകുതി വില മാത്രം ചോദിക്കണുള്ളൂ കണ്ട. ഈ ലിവിങ് ഏരിയയിലാണ് ഈ പറഞ്ഞ സംഭവം സെറ്റ് ചെയ്തേക്കണം കണ്ട. ഇത്രയും വലിയൊരു ഏരിയ, ഇത്രയും വെള്ളം കൂടെ കിടക്കണ കാരണം ഉണ്ടല്ലോ, ഇവിടെ AC-യുടെ ആവശ്യമില്ല കണ്ട. വലിയൊരു പോണ്ടാണ് ഇതിൻ്റെ സെറ്റ് ചെയ്തേക്കണം. അത് കണ്ട ചെടിയുടെ മുകളിലോട്ട് വേണം. ഞാൻ മുകളിൽ നിന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. മുകളിലത്തെ നിലയിലെ ഗ്ലാസ്സിൽ കൂടി താഴത്തോട്ട് കാണിച്ചു തരാം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. ശരിക്കും ഇതിൻ്റെ ഭംഗി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് കാണണം. ഡൈനിങ് ഏരിയ അവിടെ നിന്നാണ് നമ്മൾ ഈ വെളിയിലോട്ട് ഇറങ്ങണം. എന്താ ഒരു ഭംഗി നോക്കി, അതുപോലെ അറേഞ്ച് ചെയ്തേക്കണം. ഇപ്പോഴും പുത്തം പോലെ ഇരിക്കുകയാണ്. 11 വർഷം പഴക്കമുണ്ട് ഈ വീടിന്. കണ്ടാൽ പറയൂ. കാരണം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാണ്. കണ്ട ഇഷ്ടം പോലെ കിളികളാണ്, പല വെറൈറ്റി തത്തകൾ. ഈ വീട്ടിൽ എവിടെ നോക്കിയാലും പെറ്റ്സാണ്. കിളിയും മീനും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കംപ്ലീറ്റ്. ഇതൊരു ക്രിസ്ത്യൻസിൻ്റെ വീടാണ് കേട്ടോ. ഇതേ ഒരേ ബെഡ്റൂമായിട്ട് നമുക്ക് കണ്ടു തുടങ്ങാം. ഇവിടെ ഒരു വാഷ് കൗണ്ടർ ഏരിയ, ഒരു കോമൺ ബാത്റൂം. വാഷ് കൗണ്ടർ ഏരിയ ഒക്കെ നല്ല വലിപ്പത്തിലുള്ള ഉണ്ടോ. ഇതേ ബെഡ്റൂം, ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഉണ്ടോ. ഈ ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ അറ്റാച്ച്ഡ് അല്ലാത്ത. കാരണം തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബാത്റൂം ഉണ്ട്. ബാക്കി എല്ലാ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡാണ്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് ഉള്ളത് കണ്ടോ. വിശാലമായ ഡൈനിങ് ഏരിയ, ലിവിങ് ഏരിയ നിങ്ങൾ കണ്ടില്ലേ. അവിടെയാണ് ആ ഒരു ഗ്ലാസ്സിൽ മീനും കാര്യങ്ങളൊക്കെ. അതായത് ഒരു 6-ൻ്റെ അടിഭാഗം കൊണ്ടുവന്ന് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ 1-2 സ്ഥലത്തേ ഉള്ളൂ. കാരണം അത്ര ഏരിയയിലാണ് അത് സെറ്റ് ചെയ്തേക്കണം കണ്ട. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബെഡ്റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ കിളികൾ ഇതെല്ലാം കാണാൻ പറ്റും കണ്ട. കബോർഡ് കാര്യങ്ങൾ. ഇതാണ് മെയിൻ ബെഡ്റൂം താഴത്തെ നിലയിൽ. അതിൻ്റെ ബാത്റൂം. നമ്മൾ രാവിലെ തന്നെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ കാണുകയാണ് കിളികളുടെ ഒച്ചയും കിളികളെയൊക്കെയാണ്. ആ പച്ചപ്പ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കുള്ളൂ. അതുപോലെ കിച്ചൻ്റെയൊക്കെ വലിപ്പം നോക്കി നിങ്ങൾ കണ്ട. കിച്ചണൊക്കെ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നോക്കി. ഈ വീട് കണ്ടാൽ പറയുമോ 11 വർഷം പഴക്കമുണ്ടെന്ന്. ഇത് ഇവരെ സ്വന്തം ആവശ്യത്തിന് സ്ഥലം വാങ്ങിച്ച് സ്വന്തം ഐഡിയയിൽ പണിതേന്. അപ്പോൾ അതിൻ്റെ ഇവിടെ ആണെങ്കിൽ സർവൻറ്റിന് റൂമും ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ, വർക്ക് ഏരിയ. ഇനി മുകളിലോട്ടല്ല, മുകളിലുണ്ട് ഒരുപാട് കാഴ്ചകൾ കാണാൻ. ഞാൻ പറഞ്ഞില്ല ഇത് അങ്ങനെ പണിതേക്ക്. കാരണം ഇതിൻ്റെ ലൊക്കേഷൻ തന്നെ എറണാകുളമാണ്. എറണാകുളം വൈറ്റിലൊക്കെ അടുത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വന്നത്. അപ്പോൾ എറണാകുളത്ത് ഇത്രയും പച്ചപ്പും ഹരിതാഭയൊക്കെയുള്ളൊരു വീട് എന്തായാലും എൻ്റെ അറിവിൽ വേറെ ഇല്ല കേട്ടോ. കണ്ടോ ഒരു ചെറിയൊരു കാട് തന്നെ ഉണ്ടെന്ന് പറയാം.
കാരണം നല്ല ഓക്സിജൻ കിട്ടാൻ വേണ്ടിയാണ്. കാരണം എറണാകുളത്ത് സിറ്റിയാണല്ലോ, അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം വീടിൻ്റെ അകത്തൊക്കെ നല്ല ഓക്സിജൻ കിട്ടാനുണ്ട്. ഞാൻ പറഞ്ഞ ഇത് കണ്ട മുകളിലോട്ട് കാട് പോലെ വേണ്ട, മുകളിൽ സീൽ ചെയ്തേക്കണാണ്. അതുകൊണ്ട് ഇഴജന്തുക്കളൊക്കെ കയറുമെന്നുള്ള പേടി വേണ്ട. അത്രയും ചെടിയും കാര്യങ്ങളാണ്. ഒന്നും ആർട്ടിഫിഷ്യലല്ല, എല്ലാം നാച്ചുറലാണ്, ഒറിജിനൽ ചെടികളും കാര്യങ്ങളുമാണ്. അതിനുള്ള വെള്ളവും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ ഉണ്ട്. വേണ്ട മീനിൻ്റെയൊക്കെ ഭംഗി വേണ്ട, എന്ത് ഭംഗിയാണല്ലോ മീനൊക്കെ കാണാൻ. ഇതെല്ലാനും വീട്ടിൽ അറേഞ്ച് ചെയ്തേക്കണാണ്. ഈ അക്വേറിയവും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഉണ്ടല്ലോ വീട്ടിലെപ്പോഴും ഒരു കൂളിങ്ങുമാണ് വീടിൻ്റെ അകത്ത്. കാരണം ഇത്രയും വെള്ളം ഇവിടെ തന്നെ ഉള്ളതല്ലേ. ഇതൊരു ചെറിയൊരു ജിമ്മുണ്ട് ഇവിടെ. പിന്നെ ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഒരു ഐറ്റംസ് കാണാം. കണ്ട അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, എങ്ങനെ വേണമെങ്കിലും. നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടമല്ലേ. ഇതേ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം, അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇത് ഇവിടെ ഡ്രസ്സിങ് ഏരിയ വേറെ ഉണ്ട് അവിടെ. ഞാൻ ജസ്റ്റ് അങ്ങനെ കാണിച്ച് പോകുന്നേ ഉള്ളൂ. അവിടെ തുണിയൊക്കെ ഉണക്കാനും അലക്കാനൊക്കെ ഒരു ബാൽക്കണി ഉണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം എല്ലാം നല്ല വലിപ്പമുള്ളതാണ്ടോ. അല്ലേ അതിൻ്റെ ഡ്രസ്സിങ് ഏരിയ. ഇതിന് വേണ്ട ഒരു ബാൽക്കണി പുറത്തോട്ട്. ഇതതിൻ്റെ ബാത്റൂം കണ്ട ഇവിടെയും ഉണ്ട്. കണ്ട ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കണ കണ്ട. കാരണം എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാഭയമാണ്. കാരണം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടവുമാണ്. കാരണം നല്ല ശുദ്ധവായു കിട്ടും ഒന്നാമത്തെ കാര്യം വീടിനകത്ത്. കാരണം ഇപ്പോൾ എന്ന് വെച്ചാൽ ഉള്ള വണ്ടികളും കാര്യങ്ങളും എല്ലാ പൊല്യൂഷനും ഒക്കെ ആയിട്ടേ ആകപ്പാടി തന്നെ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു വീടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്, കാരണം ഇവിടെയൊക്കെ വന്നിരുന്നാൽ തന്നെ മനസ്സിനൊരു സന്തോഷം ഇരിക്കുള്ളൂ. നമുക്കൊരു നാച്ചുറൽ ഫീലിംഗ് കിട്ടും. കണ്ട എന്താ ഒരു ഭംഗി നോക്കി. ഇത് നിങ്ങൾ നേരിട്ട് വന്ന് കാണണം. കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ ഒന്നും പറയൂരുത്. അത്രയും നല്ല ഭംഗിയാണ് ഈ വീട് കാണാൻ. കണ്ട് ഇതാണ് ലിവിങ് ഏരിയ. കണ്ട അവിടെ ആ കാട് പോലെ സെറ്റ് ചെയ്തേക്കണം. ഒരു ചെറിയ വെള്ളച്ചാട്ടവും കുറേ മീനുകളും. അത് ഈ ആറില്ലേ, അതായത് നമ്മുടെ കടലല്ല, ആറിൻ്റെയൊക്കെ അടിഭാഗം. കാരണം ആ തടിയും കാര്യങ്ങളൊക്കെ കിടക്കണം. ഈ ഒഴുകി വന്ന് തടിയും കാര്യങ്ങളൊക്കെ കിടക്കും. അവിടെയുള്ള ആറ്റിലുള്ള മീനാണ് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തേക്കണം. വെളിയിലുള്ള ഈ പരൽ അങ്ങനെയുള്ള മീനൊക്കെയാണ് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തേക്കണം. അല്ലാണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന മീനല്ലത്. കാരണം ഇത് ആറ്റിലൊക്കെ പോയി ചൂണ്ടിയിട്ടൊക്കെ വീശി അങ്ങനെയൊക്കെ പിടിച്ച് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണം. അവിടെയാണ് കണ്ട ഇത്രയും നല്ല ഭംഗിയിൽ ഒരു വീട് എറണാകുളത്ത് അറേഞ്ച് ചെയ്തേക്കണം. ഇതിപ്പോൾ നമ്മൾ ഈ പത്തനംതിട്ട തിരുവല്ലയ്ക്ക് ചെന്ന് വെള്ളത്തിൻ്റെ ഇടയിൽ മുങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു സീനറി നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ തന്നെ ഞാൻ പറഞ്ഞാൽ എറണാകുളമാണ്. എറണാകുളം വൈറ്റിലൊക്കെ അടുത്താണ്. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നേരിട്ട് വന്ന് കാണാം. ഇഷ്ടപ്പെട്ട വാങ്ങി, ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. കണ്ട ഇത്രയും ലുക്കൊരു വീടാണ്, ഒന്നും പറയാനില്ല.